ഒരു പുതിയ വീഡിയോ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലെക്ചർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ആദ്യമായിട്ട് ടൈം ആൻഡ് വർക്ക്. എല്ലാ എക്സാമുകളിലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സമയവും ജോലിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഉദാഹരണത്തിന് കുറച്ച് നോട്ടുകൾ അത് ടൈപ്പ് ചെയ്യുക എന്നുള്ള ജോലി, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ള ജോലി ഒരു വ്യക്തി മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ he will take 10 days to complete. ഒരേ കഴിവുള്ള ഒരേ ടൈപ്പിംഗ് സ്പീഡുള്ള രണ്ട് വ്യക്തികളാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും? ഒരു പേഴ്സൺ തന്നെയാണെങ്കിൽ 10 days, രണ്ടാമത്തെ പേഴ്സൺ ആണെങ്കിലും 10 days. രണ്ട് വ്യക്തികളും കൂടെ ചെയ്താൽ, ഒരേ കഴിവുള്ള ഒരേ ടൈപ്പിംഗ് സ്പീഡുള്ള രണ്ട് വ്യക്തികളും ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 5 ദിവസം കൊണ്ട് അവർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എൻ്റെ കുട്ടികളോട് ഞാൻ സാധാരണ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഒരു കുപ്പിത്തേൻ, ഒരു ഉറുമ്പ് അത് കഴിച്ചു തീർക്കാൻ എടുക്കുന്ന സമയങ്ങൾ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എല്ലാ ദിവസവും കഴിക്കുന്ന തേനിൻ്റെ അളവ് ഒരേപോലെയാണ്, സെയിം എമൗണ്ട് ഓഫ്. ആദ്യത്തെ ദിവസം ഈ ഒരു പോർഷൻ കഴിച്ചു, രണ്ടാമത്തെ ദിവസം 3, 4, 5, 6, 7, 8, 9, 10. അതായത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഉറുമ്പെടുത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 ദിവസങ്ങളാണ്, 10 days. ഓരോ ദിവസത്തെയും വർക്ക് നമുക്ക് നോക്കാം. 10 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ആദ്യത്തെ ദിവസം 1/10, രണ്ടാമത്തെ ദിവസവും അതേപോലെ തന്നെ 1/10. 10 ദിവസങ്ങളിലും ഒരേ എമൗണ്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കതിനെ ഓരോ ദിവസം ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം 1/10 പോർഷൻ, രണ്ടാമത്തെ ദിവസം 2/10, 3/10, അങ്ങനെ 10 ദിവസം ആകുമ്പോൾ 10/10. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുക. ദെൻ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്ത വർക്ക് എത്രയാണ്? 1/10 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 10 ദിവസമാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം എടുത്തെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എത്രയാണ്? 1/10. ദെൻ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, ഒരു ദിവസം 10 വർക്ക് ചെയ്യുന്നെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഉറുമ്പിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/10 ആണ്. സോ ദ ഡേയ്സ് ടു കംപ്ലീറ്റ് ദ വർക്ക് ഈസ് 10 days. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് 1/10 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1/10, ഒരു ദിവസത്തെ വർക്ക് 1/10 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ദാറ്റ് ഈസ് 10/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 days കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. മറ്റൊരു ഉദാഹരണം, 2 ഉറുമ്പുകൾ ആ വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം ഒരു ഉറുമ്പ് 10 days എടുത്തെങ്കിൽ ഇൻഡിവിജ്വലി ചെയ്യുകയാണെങ്കിൽ 10 days. 2 പേര് കൂടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? 5 days. അത് എങ്ങനെ വരുമെന്ന് നോക്കാം. ഒരു ഉറുമ്പിൻ്റെ ആദ്യത്തെ വർക്ക് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/10 ആണ്, രണ്ടാമത്തെ ഉറുമ്പിൻ്റെ 1/10. അപ്പോൾ ഒരു ദിവസം 2 ഉറുമ്പുകൾ കൂടെ ചേർന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? 2/10 വർക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ടോട്ടൽ വർക്കിനെ 1 ആയിട്ട് എടുത്തു. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്ത വർക്ക് എത്രയാണ്? ഒരു ഉറുമ്പിൻ്റേത് 1/10, രണ്ടാമത്തേത് 1/10. ഇവിടെ നമ്മൾക്ക് ദിസ് ഇസ് ദ ആൻസർ, 2/10 or this is equal to 1/5.
അതായത് ഒരു ദിവസം രണ്ട് ഉറുമ്പും കൂടെ ഒരു ദിവസം ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 1/5 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? ഈ 1/5ൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ദാറ്റ് ഇസ് 5/1, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ഡേയ്സ് കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. This is 1/10 plus 1/10, 2/10, that is equal to 1/5. Then another example, രണ്ട് വ്യത്യസ്ത കഴിവുകളുള്ള രണ്ട് ഉറുമ്പുകൾ ഈ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അതായത് ആൻഡ് വൺ തന്നെയാണെങ്കിൽ വർക്ക് ചെയ്യാൻ 12 ദിവസം എടുക്കും. ആൻഡ് 2 തന്നെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ട് പേരും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് ഉറുമ്പ് 1ൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/12, രണ്ടാമത്തെ ഉറുമ്പിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പം ടോട്ടൽ ഒരു ദിവസം ചെയ്ത വർക്ക് എന്ന് പറയുന്നത് രണ്ട് പേരും കൂടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/12 പ്ലസ് 1/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/12, ദാറ്റ് ഈസ് ഈക്വൽ 1/4. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നതാണ് 1/4 എന്ന് പറയുന്നത്, 1 ഡേയ്സ് വർക്ക്. 1 ഡേയ്സ് വർക്ക് ഈസ് 1/4. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, 4/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡേയ്സ് കൊണ്ട് അവർക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ദെൻ ഇവിടെ ഒരു LCMൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, മറ്റൊരു രീതിയിൽ തന്നെ ചെയ്യാം. 12, 6 രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. 6, 3, again 3, 2 and 1. സോ ഇവിടെ LCM എന്ന് പറയുന്നത് 2 × 3 × 2, so 12. The answer is 12. LCM is 12. അതായത് മറ്റൊരു രീതിയിൽ ഇങ്ങനെ ചെയ്യാം. അതായത് 12 എടുക്കുക, 12ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2ഉം 6ഉം ആണ്. വീണ്ടും അതിനെ ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2, 2, 3. സോ ദിസ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് 12. 6ൻ്റെ ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ 2, 3 ആണ്. ഇത് നമുക്കവിടെ എഴുതാം. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ദാറ്റ് ഈസ് ഇവിടെ 2, ഇവിടെ 2 മാത്രമല്ല, ആ 2 ഇറക്കി എഴുതുക. ഇവിടെ 3 ഉണ്ട്, സോ ദാറ്റ് ഈസ് 3. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും 12. അല്ലെങ്കിൽ ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് LCM കണ്ടുപിടിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് 1/12 പ്ലസ് 1/6 എന്ന് പറയുന്നത് LCM 12 ആണ്. സോ ദാറ്റ് ഈസ് 12 × 1/12 പ്ലസ് 1/6, the whole divided by 12. That is 12/12 പ്ലസ് ഈ 12-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, 12/6 ഡിവൈഡ് ബൈ 12. 12/12 എന്ന് പറയുന്നത് 1 ആണ്, 12/6 എന്ന് 2 ആണ്. ദറ്റ് ഹോട്ട് ഡിവൈഡ് ബൈ 12, അതാണ് 3/12 എന്ന് പറയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഇവിടെ ഈ പ്രോബ്ലം ചെയ്യുന്നതിനോടൊപ്പം തന്നെ LCM കൂടെ ചെയ്ത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് സ്കില്ലും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. Okay, now moving to that problem, or if A can do a piece of work in n days, then A's 1 day work is 1/n. A എന്ന് പറയുന്ന ആൾക്ക് അത് n ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/n ആയിരിക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് വർക്കിനെയും ആ ഹോൾ വർക്കിനെ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1, ദാറ്റ് ഹോൾ വർക്ക് ഈസ് 1. ഇനി എയ്ക്ക് ഒരു വർക്ക്, ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/n ആണെങ്കിൽ എയ്ക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? n ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. A is thrice as good as B. ബിയേക്കാളിലും 3 മടങ്ങ് A ഗുഡ് ആണെങ്കിൽ the ratio of work done by A and B is 3:1. ഓക്കെ, ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. വർക്കർ A takes 8 hours to do a job. Worker B takes 10 hours to do the same job. How long should it take to both A and B working together to do the same job? A എന്ന് പറയുന്ന വർക്കർ 8 മണിക്കൂർ കൊണ്ട് ഒരു
ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു, ബി 10 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ദിവസത്തെ വർക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/8, ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/10. എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 1/8 + 1/10 അത് 9/40 എന്ന് കിട്ടും. ഇവിടെ 8ൻ്റെയും 10ൻ്റെയും LCM എടുക്കണം. സോ എ പ്ലസ് ബി ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 40/10 hours. ഇവിടെ ഒരു ദിവസം രണ്ടുപേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 9/40 hours ആണ്. 1 day per day. അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? ഒരു ദിവസത്തെ വർക്ക് അറിയാമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ദാറ്റ് ഈസ് 40/9 hours കൊണ്ട് ഇവർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ LCM എടുക്കുന്ന കൂടെ ഞാൻ പറയാം. 1/8 + 1/10 ആണ്. രണ്ട് വാല്യൂ 8ഉം 10ഉം ആണ്. 8 and 10 LCM എടുക്കാം. /2. ഏറ്റവും കുറഞ്ഞ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4. ഹിയർ ഇറ്റ് ഈസ് 5. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേറെ കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് the LCM will be 2 × 4 × 5 that is 40. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 40 × 1/8, അതായത് മുകളിലത്തെ രണ്ട് ഫാക്ടറിനെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 40 × 1/10 whole divided by 40. So here it is 5 and second value is 4 divided by 40. So 5 + 4 is 9/40. ഇങ്ങനെയാണ് ഇവിടെ ഈ 9/40 കിട്ടുക. Now moving to the next problem. A and B can complete a piece of work in 4 days. If A alone can complete the work in 12 days, how many days can B alone to complete that work? എയും ബിയും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഒരു വർക്ക് ചെയ്യാൻ 4 days എടുക്കും. എ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ 12 days എടുക്കും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/4 ആണ്. രണ്ടുപേരും കൂടെ വർക്ക് ചെയ്താൽ. എ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/12 ആണ്. അപ്പം ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എ പ്ലസ് ബിയുടെ ഒരു വർക്കിൽ നിന്ന് എയുടെ വർക്ക് കുറച്ചാൽ എന്ത് കിട്ടും? ബിയുടെ ഒരു ദിവസത്തെ വർക്ക് കിട്ടും. ദാറ്റ് ഈസ് എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/4 ആണ്. എയുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വർക്ക് 1/12 ആണ്. സോ 1/4 - 1/12 you will get it as 1/6. So that means B can complete that work in 6 days. ഇവിടെ 1/4 - 1/12 ആണ്. LCM എടുക്കുമ്പോൾ 4 and 12 divided by 2 and here it is 6 again divided by 2 1 and here it is 3. So the LCM is 2 × 2 × 3 12. Then 12 കൊണ്ട് മുകളിലത്തെ വാല്യൂവിനെ മൾട്ടിപ്ലൈ ഓരോ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 1/4 - 12 × 1/12 divided by 12. So first factor is 3 minus 1 divided by 12. 3 - 1 is 2/12, that is equal to 1/6.
So we can allow that work to complete is 6 days. ഇനി ഇവിടെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ ചെയ്യാം. 1/4 minus 1/12 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദറ്റ് ഈസ് ഇത് ഇവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ, ദറ്റ് ഈസ് 12 minus 4/12 into 4, 4 into 12, 8/48. So you will get it as 1/6. ഈ രണ്ട് രീതിയിലും ചെയ്യാം. LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെങ്കിലും ഇതിൻ്റെ സൊല്യൂഷനിലെത്താം. നെക്സ്റ്റ് പ്രോബ്ലം, A plus B can do the work in 18 days, B plus B can do the work in 24 days, C plus A can do it in 36 days. Then how many days will A, B, C finish it working together? 3 persons ഉണ്ട്, A, B, C. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 18 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബിയും സിയും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24 ദിവസം. സിയും എയും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ 36 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ എ, ബി, സി 3 പേരും കൂടെ ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇവിടെയും നമ്മൾ എടുക്കുന്നത് ഒരു ദിവസത്തെ വർക്കാണ്. എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/18. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയ്ക്കും ബിക്കും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/18. ബിയും സിയും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് 1/24. സിയും എയും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/36. അപ്പം ടോട്ടൽ എയും ബിയും വർക്ക് ചെയ്യുന്നു ഒരു ദിവസത്തെ വർക്ക്, ബി സിയുടെ ഒരു ദിവസത്തെ വർക്ക്, സിയും എയുടെയും ഒരു ദിവസത്തെ വർക്ക് കൂടെ ആഡ് ചെയ്താൽ 1/18 പ്ലസ് 1/24 പ്ലസ് 1/36, അതായത് 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക്. ഇവിടെ ഒരു എ പ്ലസ് ബി ഉണ്ട്, ഇവിടെ ഒരു ബി പ്ലസ് സിയിൽ ഒരു ബി ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ബി ആയി. അതുപോലെ സി പ്ലസ് സിയിൽ 2 എ 2 സി, അതായത് 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/18 പ്ലസ് 1/24 പ്ലസ് 1/36. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് ഇറ്റ് എസ് മുമ്പേ പറഞ്ഞിട്ടുള്ള LCM എടുത്ത് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് എസ് 9/72 ഓർ ദിസ് ഈസ് 1/8. ദെൻ എ പ്ലസ് ബി സി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/16, അതായത് ഈ 2 നേരെ താഴേക്ക് വരും. സോ ദാറ്റ് ഈസ് 1/8 ഇൻറ്റു 2, ദിസ് ഈസ് 1/8 ആണ്. 2 ഇൻറ്റു എ പ്ലസ് ബി സി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/8 ഇൻറ്റു ഹിയർ ഇറ്റ് ഈസ് 2, ദാറ്റ് ഈസ് 1/16. അതായത് എയും ബിയും സിയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 16 ദിവസം കൊണ്ട് അവർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ദെൻ പൈപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മറ്റൊരു സെക്ഷനിൽ ഇതുപോലെ തന്നെയാണ് അതും ചെയ്യുക. 2 പൈപ്പ് ഉണ്ട്, പൈപ്പ്സ് ആൻഡ് സിസ്റ്റേൺസ് എന്നാണ് പറയുക. 2 പൈപ്പ് എ ആൻഡ് ബി. ഈ 2 പൈപ്പ് ഈ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് പൈപ്പ്സ് ആണ് 2 സിയും ഡിയും. ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു സെറ്റ് ചോദ്യം എന്ന് പറയുന്നത് എ ഉപയോഗിച്ചിട്ട് ഒരു പൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. എ എന്ന് പറയുന്ന പൈപ്പ് ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ എത്ര നേരം കൊണ്ട് ഈ ടാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? എയും ബിയും കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര നേരം കൊണ്ട് ഈ ടാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? അതുപോലെ തന്നെ സം ലീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് തുറന്നാൽ എയും ബിയും വർക്ക് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം സിയും ഡിയും വർക്ക് ചെയ്യുന്നു. അപ്പോൾ സിയും ഡിയിൽ നിന്ന് പൈപ്പ് വെള്ളം പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 4 പൈപ്പും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര നേരം കൊണ്ട് ഈ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം മറ്റൊരു സെക്ഷനിൽ മറ്റൊരു രീതിയിൽ തന്നെ ചോദിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ടാങ്ക്, ആ വാട്ടർ ടാങ്കിൽ ഔട്ട്ലെറ്റ് പൈപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഔട്ട്ലെറ്റ് പൈപ്പ് തുറന്നു കഴിയുകയാണെങ്കിൽ എത്ര നേരം കൊണ്ട് ഈ വാട്ടർ ടാങ്ക് എംപ്റ്റി ആകും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. 2 പൈപ്പ് 2 pipes can fill a tank in 36 hours and 45 hours respectively. If both the pipes are open simultaneously, how much time will be taken to fill the tank? ഒരു പൈപ്പ് ഉപയോഗിച്ച് 36 മണിക്കൂർ കൊണ്ട്
ഒരു ടാങ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പൈപ്പ് ആണെങ്കിൽ 45 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് പൈപ്പും കൂടെ ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ സമയത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നേരം കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ കഴിയും? ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു മണിക്കൂറിലെ വർക്കാണ്. ഇപ്പോൾ ടോട്ടൽ 36 hours തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് പാർട്ട് ഫിൽഡ് ബൈ എ ഇൻ 1 hour ഈസ് 1/36. പാർട്ട് ഫിൽഡ് ബൈ ബി ഇൻ 1 hour ഈസ് 1/45. അപ്പോൾ എയും ബിയും കൂടെ ആണെങ്കിൽ 1/36 plus 1/45 യു വിൽ ഗെറ്റ് ഇറ്റ് 9/180. മുമ്പേ പറഞ്ഞ LCM ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് 1/20. അതായത് രണ്ട് പൈപ്പും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 20 hours കൊണ്ട് നമുക്കതിനെ ടാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. Then another problem, two pipes can fill a tank in 10 hours and 12 hours respectively, while a third pipe empties a tank in 20 hours. Three pipes are opened simultaneously. How much time will be taken to fill the tank? ഒരു വാട്ടർ ടാങ്ക്, രണ്ട് പൈപ്പ് ഉണ്ട്, ഇൻലെറ്റ് പൈപ്പ്. അതുപോലെ തന്നെ വേറൊരു തേർഡ് പൈപ്പ് ഉണ്ട്. സോ ദാറ്റ് ഈസ് എംറ്റീസ്. ഇതിനെ എംറ്റി ആക്കുന്നു. This is third pipe that empties. അപ്പോൾ ഇത് മൂന്നും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര നേരം കൊണ്ട് ഈ വാട്ടർ ടാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ഈ ഒരു പൈപ്പ് മാത്രമാണെങ്കിൽ ഇൻലെറ്റ് പൈപ്പ് എ ബി ആൻഡ് സി. എന്ന് പറയുന്ന പൈപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫില്ലാവും. ബി എന്ന് പറയുന്ന പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 20 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫില്ലാവും. 12 hours. അതായത് ദെൻ മൂന്നാമത്തെ ഒരു ടാങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പൈപ്പ് സി അത് ഉപയോഗിക്കുകയാണെങ്കിൽ 20 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് എംറ്റി ആവും. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫില്ലാകും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയും നമ്മൾ എടുക്കുന്നത് ഒരു മണിക്കൂറിലെ വർക്കാണ് എടുക്കുന്നത്. അപ്പോൾ എയ്ക്ക് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ ഒരു മണിക്കൂർ എടുക്കുന്നത് 1/10 ആണ്. ബിക്കാണെങ്കിൽ 1/12. സി ആണെങ്കിൽ എംറ്റി ചെയ്യാനായിട്ടാണെങ്കിൽ സി എടുക്കുന്നത് 1/20 ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ 1/10 പ്ലസ് 1/12 മൈനസ് 1/20. ഇവിടെ മൈനസ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന പൈപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ടാങ്ക് എംറ്റി ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. LCM എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 8/16. ദാറ്റ് മീൻസ് 2/15. അതായത് ഈ ടാങ്ക് ഫില്ലാവാൻ 15/2 hours കൊണ്ട് സമയമെടുക്കും, അല്ലെങ്കിൽ 15/2 hours കൊണ്ട് ഈ ടാങ്ക് ഫില്ലാവും. ഇവിടെ ചെയ്യുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇത് മൂന്നൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 hourൽ 2/15 എടുക്കുമെങ്കിൽ ഈ ടാങ്ക് ഫില്ലാവാൻ ടോട്ടൽ എത്ര മണിക്കൂർ എടുക്കും? 15/2. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഒരു മണിക്കൂറിൽ ചെയ്യുന്ന വർക്കിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് ആ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടും. ദാറ്റ് ഈസ് 2/15 റെസിപ്രോക്കൽ ഈസ് 15/2 hours കൊണ്ട് ഈ ടാങ്ക് ഫില്ലാവും. ദാറ്റ് ഈസ് 7 hours 30 minutes. ദെൻ മാത്തമാറ്റിക്കലായിട്ട് ബന്ധപ്പെട്ട അനദർ ഒരു സെക്ഷനാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. A person can cover a certain distance in 8 hours at a speed of 50 km/h. At what speed must he travel to cover the distance in 5 hours? 50 km/h 8 മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന ഒരാൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെയിം ഡിസ്റ്റൻസ് ആണ്, 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം? ഇവിടെ നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ആദ്യം തന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. 50 km/h ആണ് സ്പീഡ്, 8 മണിക്കൂറാണ്. സോ ദ ഡിസ്റ്റൻസ് ഈസ് 400 km.
ദെൻ ഇവിടുന്ന് സ്പീഡ് എടുക്കാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ദറ്റ് ഈസ് 400 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ടൈം എന്ന് പറയുന്നത് 5 ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 5 hours കൊണ്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ ട്രാവൽ ചെയ്യണം? 80 km/h ട്രാവൽ ചെയ്യണം. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ബേസിക്കലി ചോദിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് മാത്തമാറ്റിക്സ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ ഈസ് മെൻ്റൽ എബിലിറ്റി. Then we discuss the alphabet series A is Z, B Y, C X, and what is the next? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എ ബി സി അടുത്ത ഏതായിരിക്കും വരിക? ഡി. രണ്ടാമത്തെ ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് തിരിച്ചാണ് പോകുന്നത്. എക്സ് വൈ ഇസഡ്. അപ്പോൾ ഏതായിരിക്കും? എക്സിന് മുമ്പുള്ള വാല്യൂ ഏതായിരിക്കും? ഡബ്ല്യു. സോ ദിസ് ഈസ് ആൻസർ ഇസ് ഡി ഡബ്ല്യു. Second, another example, A B D E F H I J K. എന്തായിരിക്കും നെക്സ്റ്റ് വരിക? ദ നെക്സ്റ്റ് ആൻസർ ഇസ് M N O P Q. അപ്പോൾ ഇതിനെ ഒരു അനാലിസിസ് നടത്തുക. എ ബി അടുത്ത് വരുന്നത് ഡി ഇ എഫ്. അപ്പോൾ നെക്സ്റ്റ് ലെറ്റർ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ അത് കംപ്ലീറ്റ് ചെയ്തു. ഡി ഇ എഫ്. അടുത്തത് ജി അവിടെ ഒഴിവായി. എച്ച് ഐ ജെ കെ. അപ്പം അതിൽ ഓരോ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ ഇവിടെ 2 ലെറ്റേഴ്സാണുള്ളത്. ഇവിടെ 3, ഇവിടെ 4. അടുത്ത ലെറ്റർ ഉണ്ടാവും? 5 ഉണ്ടാവും. ഓരോ ഇത് കഴിയുമ്പോൾ ഒരു ലെറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. ജി ഒഴിവാക്കി. എച്ച് ഐ ജെ കെ. അടുത്ത ആര് വെക്കും? എൽ കഴിഞ്ഞാൽ ബാക്കി ലെറ്റർ എം എൻ ഒ പി ക്യു. ദെൻ സോ ദിസ് ഈസ് ദ ആൽഫബറ്റ് സീരീസ്. അപ്പോൾ ഇതുപോലെയുള്ള ലോജിക്ക് വെച്ചിട്ട് പല രീതിയിൽ ഇത് ചോദിക്കുന്നതാണ്. അടുത്തത് നമ്പർ സീരീസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1 2 3 4. അടുത്ത നമ്പർ ഏതായിരിക്കും? 5 ആയിരിക്കും. അത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. 4 കഴിഞ്ഞാൽ 1 2 3 4 ആണ്. അടുത്തത് 5 ആയിരിക്കും. സോ അനദർ നമ്പർ ഈസ് 2 4 6 8. അടുത്ത നമ്പർ ഇവിടെ എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഈവൻ നമ്പർ ഈസ് 10. സോ ദ ആൻസർ ഈസ് 10. ദെൻ 1 4 9 16. അടുത്ത നമ്പർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് 1. 4 വരണം എന്നുണ്ടെങ്കിൽ 2 സ്ക്വയർ. ദിസ് ഈസ് 3 സ്ക്വയർ, 4 സ്ക്വയർ. അടുത്തത് 5 സ്ക്വയർ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 25. ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാൻ വേറെ രീതിയിൽ ലോജിക്കായി എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ 3 ആഡ് ചെയ്തിട്ടുണ്ട്. സോ 3 + 1 = 4. ഇവിടെ അടുത്തത് 5. 5 + 4 = 9. ഇവിടെ അടുത്ത ആര് ആഡ് ചെയ്തിട്ടുണ്ടാവും? 9 16 നോക്കിക്കഴിഞ്ഞാൽ 7 ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനാണെങ്കിൽ ഇവിടെ അടുത്ത ആര് ആഡ് ചെയ്യും? 9. സോ 16 + 9 = 25. ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ നമ്പർ സീരീസിനെ ഈ ഒരു പ്രോബ്ലത്തെ അതിനെ കാണാൻ പറ്റും. ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ 1 2 3 4 5 സ്ക്വയർ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പോൾ അടുത്തത് ആരായിരിക്കും? 5 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 25. ഓർ അതർവൈസ് മറ്റൊരു രീതിയിൽ കണ്ടാൽ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തു. 3 ആഡ് ചെയ്തു, 5 7 9 ആഡ് ചെയ്ത് പോകുന്ന രീതിയിലും ഈ സീരീസിനെ കാണാൻ കഴിയും. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇവിടെ നമ്മളിവിടെ ചെയ്തത് ഓരോ നമ്പേഴ്സിന് സ്ക്വയർ ആയിരുന്നു. ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ക്യൂബ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്. സോ അടുത്തത് ആരായിരിക്കും വരിക? 4 ക്യൂബ്. സോ ദാറ്റ് 64. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഫ്രം ദ ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. അടുത്തൊരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നാൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും 1/4 ഓർ 2/4 3/4 ആണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നത് ഇങ്ങനെ ഉള്ള കൺസെപ്റ്റിൽ നിന്ന്, ബേസിക് കൺസെപ്റ്റുകളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സീരീസ് നമ്പർ സീരീസിൽ ചോദിക്കുന്നതാണ്. സോ അടുത്ത നമ്പർ ഈസ് 1 2 3 5 8. സോ
സോ ഇവിടെ അടുത്ത നമ്പർ ഏതായിരിക്കും? ഇതിനെ നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ 1 എഴുതി, നെക്സ്റ്റ് ഇസ് 2, അടുത്തുനിന്ന് 3 എങ്ങനെ വന്നേ? ഈ രണ്ടും തൊട്ട് മുമ്പുള്ള രണ്ട് സംഖ്യകൾ ആഡ് ചെയ്തപ്പോഴാണ് ആര് വന്നത്? 3. 5 ഈ 3ഉം 2 കൂടെ ആഡ് ചെയ്തു. 8 5ഉം 3 കൂടെ ആഡ് ചെയ്താൽ 8. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 8 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. These are the number series. നെക്സ്റ്റ് ചോദിക്കുന്നൊരു ഏരിയയാണ് ബ്ലഡ് റിലേഷൻസ്. സോ ഇതാണ് ഒരു ഫാമിലി ട്രീ, ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ടെർമിനോളജി ഇൻ യൂസ്. നിങ്ങൾക്കിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. പോയിൻറ്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ്, സുരേഷ് സെഡ് ഹീ ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. ഹൗ ഈസ് സുരേഷ് റിലേറ്റഡ് ടു ദാറ്റ് ബോയ്? സുരേഷ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ട് പറയുകയാണ്, ഈ കുട്ടി എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ഒരു ഓഫിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ, എൻ്റെ അമ്മയുടെ ഒരേ മകൻ, ആ മകൻ്റെ മകനാണ് ഈ കുട്ടി എന്നാണ് സുരേഷ് പറയുന്നത്. അപ്പോൾ ഇത് സുരേഷാണ്. സുരേഷിൻ്റെ മദർ, ഈ മദറിൻ്റെ ഒരേ ഒരു മകൻ അതാരാണ് ആയിരിക്കും? സുരേഷ് തന്നെയായിരിക്കും. അപ്പോൾ സൺ ഓഫ് ദ മദർ, ഒൺലി സൺ ഓഫ് ദ മൈ മദർ. സോ സുരേഷ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഫോട്ടോഗ്രാഫ്. അപ്പം സുരേഷ് ആരാണ് ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ? ദ ഫാദർ. സോ സുരേഷ് ഈസ് ദ ഫാദർ ഓഫ് ദാറ്റ് ബോയ്. Okay, he is the father. Now there is another section is direction sense test. അപ്പോൾ അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നോർത്ത്, ഈ ഡയറക്ഷൻ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. സോ നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള സെക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. ഇത് നോർത്ത് വെസ്റ്റ്, നോർത്ത് സൗത്ത് ഓർ സൗത്ത് നോർത്ത്, ആൻഡ് ദിസ് ഈസ് സൗത്ത് ഈസ്റ്റ്. And there is another problem, that is Vijayan started walking towards south. സൗത്തിലേക്ക് വിജയൻ നടന്നു. ആൻഡ് ആഫ്റ്റർ വാക്കിംഗ് 15 meters he turned to the left. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്ക് 15 meters. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നടക്കുമ്പോൾ ഏതായിരിക്കും ലെഫ്റ്റ് എന്ന് പറയുന്നത്? ആൻഡ് ദിസ് ഈസ് ലെഫ്റ്റ്, സുരേഷിൻ്റെ ദിസ് ഈസ് ലെഫ്റ്റ് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ്. അപ്പം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു എന്നിട്ട് 15 meters നടന്നു. സോ ദിസ് ഈസ് 15 meters. ഹി അഗെയിൻ ടേൺ ടു ഹിസ് ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഹിയർ ഈസ് ദിസ് ഈസ് ലെഫ്റ്റ് ആൻഡ് ദിസ് ഈസ് റൈറ്റ്. ഹി അഗെയിൻ ടേൺ ടു ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 15 meters. സോ വീണ്ടും 15 meters നടന്നു, വാക്ക്ഡ്. Then the question is how far is he is from the original position and in which direction? അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടുന്ന് എത്ര മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ്? ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് 15 meters. ഏത് ഡയറക്ഷനിലാണ്? ടുവേർഡ്സ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? ഈസ്റ്റ് ഡയറക്ഷൻ. സോ ദ ആൻസർ ഈസ് 15 meters in the east direction. And another question, which letter represents north east? നോർത്ത്, ഇതാണ് നോർത്ത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ മാപ്പിനെ ഒന്ന് ജസ്റ്റ് ഡയറക്ഷൻ ഒന്ന് തിരിച്ചു. സോ ദിസ് ഈസ് ദ നോർത്ത് ആണെങ്കിൽ ഹിയർ ഇറ്റ് വിൽ ബി ദ ഈസ്റ്റ്, ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി ദ സൗത്ത്, ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി ദ വെസ്റ്റ്. സോ നോർത്ത് ഈസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരിക്കും? ദ ആൻസർ ഈസ് ഡി. Another question, that is one morning Uday and Vishal were walking to each other face to face at a crossing. If Vishal's shadow was exactly to the left of Uday, which direction was Uday facing? വിശാൽ, ഉദയ് രണ്ടുപേരും നടക്കുന്നു. അവർ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യുക, ഫേസ് ടു ഫേസ്. അപ്പം വിശാലിൻ്റെ ഷാഡോ, ദിസ് ഈസ് വിശാൽ ആൻഡ് ദിസ് ഈസ് ഉദയ്. വിശാലിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് ടു ദ ലെഫ്റ്റ് ഓഫ് ഉദയ്. ഉദയുടെ ഇപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് ദ ലെഫ്റ്റ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ റൈറ്റ്. സോ ലെഫ്റ്റിലേക്കാണ് വിശാലിൻ്റെ ഷാഡോ വരുന്നത്. അപ്പോൾ
അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് 1 മോർണിംഗ് ആണ്. സോ ഹിയർ ഇതായിരിക്കും ഈസ്റ്റ്. ഷാഡോ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ഉദയം ഇവിടെ ആയിരിക്കും. സോ ദ പൊസിഷൻ ഓഫ് ദ സൺ വിൽ ബി ഹിയർ. സോ ദിസ് വിൽ ബി ദ ഈസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഉദയ് ഏത് ഡയറക്ഷനിലായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക? So this is the concept, that is this is Uday and Vishal. So the here will be with the shadow ഈ ഡയറക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ ഹിയർ ഈസ് ദ ഈസ്റ്റ്. സോ ഏത് ഡയറക്ഷനിലാണ് ഉദയ് ഫേസ് ചെയ്തിട്ടുണ്ടാവുക? ഉദയ് ഈസ് ഫേസിങ് ഇൻ ദ നോർത്ത്. ഓക്കെ. Then a man walks 5 kilometers towards south and then turns to the right. After walking 3 kilometers, he turns to the left and walks 5 kilometers. Now, in which direction is he from the starting place? എന്നത് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു മനുഷ്യൻ 5 kilometers സൗത്തിലേക്ക് നടന്നു. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് സൗത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ദിസ് ഈസ് ലെഫ്റ്റ് ആൻഡ് ദിസ് ഈസ് റൈറ്റ്. റൈറ്റിലേക്ക് തിരിഞ്ഞു 3 കിലോമീറ്റർ നടന്നു. വീണ്ടും ഹി ടേൺസ് ടു ദ ലെഫ്റ്റ്. റൈറ്റിലേക്ക് നടക്കുമ്പോൾ ദിസ് ഈസ് റൈറ്റ്, ഇത് ലെഫ്റ്റ് ആയിരിക്കും. വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു 5 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ആൻഡ് ദ ആൻസർ ഈസ് സൗത്ത് വെസ്റ്റ്. ദിസ് ഈസ് ദ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇങ്ങോട്ട് നടന്നു, ദെൻ ഇങ്ങനെ ഇവിടെ എത്തി. ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് ഡി. സോ ദ ഡയറക്ഷൻ ഈസ് സൗത്ത് വെസ്റ്റിലായിരിക്കും ആ മനുഷ്യൻ നിൽക്കുക. ദെൻ അനദർ സെറ്റ് ഓഫ് ദിസ് ഈസ് ആൽഫബറ്റ് സീരീസ് SAB QCD ആൻഡ് ഇൻ ബിറ്റ്വീൻ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ദ ആൻസർ ഈസ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, N, അടുത്ത ലെറ്റർ O, P, Q, അടുത്ത ലെറ്റർ ഏതായിരിക്കും? R ആയിരിക്കും. ദിസ് ഈസ് ദ R. യെസ്. സോ ദിസ് വിൽ ബി ദ ആൻസർ. അതുപോലെ നിങ്ങൾ ഓരോ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ PDD രണ്ട് ലെറ്ററും സെയിം ആയിരിക്കും. ഉണ്ടോ? അടുത്ത തന്നെയല്ല, നെക്സ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ 2 FF. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് സെയിം ലെറ്റേഴ്സ് ഉള്ളതായിരിക്കും. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദ ആൻസർ ഈസ് RBB. Now what will come in the place of the question mark? ഇവിടെ എന്തായിരിക്കും വരിക? ഓക്കെ, കോൺസിക്വൻസസ് എന്നുള്ളതാണ് സെൻറ്റൻസ്. ആ ഒരു വേർഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ, ആദ്യത്തെ സിയും എസും കട്ട് ചെയ്തിട്ടുള്ള വേർഡായിരിക്കും. രണ്ടാമതിലേക്ക് നെക്സ്റ്റ് വന്നെന്ന് പറയുന്നത് ഇയും ഓയും കട്ട് ചെയ്തിട്ടുള്ള വേർഡ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ വിൽ ബി ഈ സിയും എന്നും കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വേർഡായിരിക്കും ഉണ്ടാവുക. ദിസ് ഈസ് ദ ആൻസർ. Then another question, what will be that at the place of that question mark? AC, FH, KM, PR. സോ ഇവിടെ ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എയുടെ 2 ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് സി. സോ അങ്ങനെയാണ് AC എന്ന് വരിക. സിയുടെ 3 ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് FH. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ വരുമ്പോഴത്തേന് 6 കഴിഞ്ഞാൽ അടുത്തത് 3 ആഡ് ചെയ്യുക. സോ ദിസ് വിൽ ബി U. യുവിൻ്റെ 2 ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് W. സോ ദ ആൻസർ ഈസ് UW. ദെൻ ദിസ് ഈസ് നോൺ വെർബൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇങ്ങനെ ഓരോ ഫിഗേഴ്സ് കൊടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് തരുന്ന ഫിഗറിൽ ഏതായിരിക്കും എന്നുള്ളതാണ് ആൻസർ ക്വസ്റ്റ്യൻ. സോ ഹിയർ ദ ആൻസർ ഈസ് D. അത് വരുന്നത് ഇവിടെ A എന്ന് പറഞ്ഞ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 2 സർക്കിളാണ്, ചെറുതും വലുതും. അടുത്തതിൽ 3 സർക്കിൾസ് ഉണ്ട്, ഒരു ചെറുത് ഒരു വലുത് ആൻഡ് സംവാട്ട് ബിഗർ ദാൻ ദാറ്റ്. നെക്സ്റ്റ് ഈസ് C ആണ്, 2 റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം ആയിരിക്കും ഉണ്ടാവുക. ആ 3 എണ്ണം ഈ ഒരു സെറ്റിലായിരിക്കും ഉണ്ടാവുക. സോ വൺ ഈസ് ഹിയർ, അനദർ വൺ ഈസ് ഹിയർ സംവാട്ട് ബിഗർ ആൻഡ് ഹിയർ ദ മോസ്റ്റ് ബിഗർ വൺ. സോ ദ ആൻസർ വിൽ ബി ദാറ്റ്. സോ ഇവിടെ സൈസ് അല്പം കുറവാണെങ്കിലും സോ ദിസ് ഈസ് ആണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് വരുന്ന സെറ്റ്. സോ ദ ആൻസർ ഈസ് D. നൗ വാട്ട് ഇസ് ദാറ്റ് ആൻസർ? വാട്ട്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്? ദ ആൻസർ ഈസ് C. ഇത് എങ്ങനെയാണ് വന്നതെന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കുണ്ട്, ഇവിടെ ഒരു ഡബിൾ മാർക്ക് ഒരു ലൈനുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഓർ സർക്കിളുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ്
നേരെ എൻ്റെ പൊസിഷൻ വ്യത്യാസപ്പെട്ടു, ഓപ്പോസിറ്റായി ഇത് നേരെ ഈ ഒരു ഡയറക്ഷനിൽ. ഈ 2 മാർക്കുള്ളത് ഇപ്പുറത്തെ സൈഡിൽ വന്നു, സിംഗിൾ മാർക്ക് ഇവിടെ വന്നു. സോ ആ സർക്കിളിൻ്റെ പൊസിഷൻ മാറി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കുണ്ട്, ഡബിൾ മാർക്ക്, ഇവിടെ സർക്കിൾ. സോ ഇതെന്ത് ചെയ്യണം? നേരെ തിരിയണം. 2 ഡബിൾ ലൈൻസ് ഉള്ളത് അതർ സൈഡിൽ വന്നു, സിംഗിൾ ലൈൻ ഉള്ളത് ഇപ്പുറത്തെ സൈഡിൽ വരും. മുകളിലുണ്ടായിരുന്ന സ്മോൾ സർക്കിൾ ഏറ്റവും ബോട്ടം പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് സി. ദെൻ വാട്ട് ഈസ് ദാറ്റ് ആൻസർ? ഇവിടെ സർക്കിളുണ്ട്, അകത്തൊരു സിമ്പിളുണ്ട്, പുറത്ത് 2 സ്മോൾ സർക്കിൾസ്. ഇവിടേക്ക് എത്തുമ്പോൾ അകത്ത് 2 ക്രോസ് സൈൻ, പ്ലസ് സൈൻ, ആൻഡ് ദർ ഇസ് എ സ്മോൾ സർക്കിൾ ഔട്ട് സൈഡ്. ഇവിടെ തേർഡ് ഫിഗറിൽ 2 പ്ലസ് സൈൻ ആൻഡ് 4 സ്മോൾ സർക്കിൾസ്. സോ അടുത്തത് ഏതായിരിക്കണം? സോ ദ ആൻസർ ഈസ് ഡി. അകത്ത് 4 ക്രോസ് സൈൻസ്, പുറത്ത് 2 സർക്കിൾസ്. And these are a small set of aptitude type questions. ബാക്കിയുള്ളത് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.